വ്യൂവേഴ്സ്, വെൽക്കം ടു റേസ് ഐഗൺ. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മുടെ ഹിന്ദി പരീക്ഷയ്ക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചോദ്യം എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു ആൻസർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ തന്നെ പഠിച്ചു എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നോക്കൂ, ഷഹൻഷാ അക്ബർ കി ഉസ് ദിൻ കി ഡയറി ലിഖേ. അതിന് സഹായകമായിട്ട് ഒരുപാട് ഷഹൻഷാ അക്ബറിൻ്റെ ആ ലോക കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മുടെ ബീർബലിനോട് പഠനം തുടരണം എന്ന് പറയുന്നു, പഠിക്കണം എന്ന ആഗ്രഹം പറയുമ്പോൾ ബീർബൽ ഒരുപാട് പേര് ദർബാറിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നു. ദർബാറിൽ ഒരുപാട് വിധത്തിലുള്ള ആളുകളായിരുന്നു. ഇദ്ദേഹം അക്ബർ ആഗ്രഹിക്കുന്നത് രാജസദസ്സിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ വലിയ വിദ്വാൻമാർ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ടാകും എന്നാണ്. പക്ഷേ ദർബാറിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്തായിരുന്നു? പല വിധത്തിലുള്ള ആളുകൾ, കൃഷി ചെയ്യുന്നവരുണ്ട്, അലക്കുകാരുണ്ട്, ചിത്രരചന ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകളുമുണ്ട്. അത് കണ്ടതും ഇദ്ദേഹത്തിന് അക്ബറിന് എന്താണ് തോന്നിയത്? തന്നെ ഇത്രയും ഇൻസൾട്ട് ചെയ്യോ, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നാണോ ഞാൻ പഠിക്കേണ്ടത് എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് വന്നത്. അദ്ദേഹം ആരോട് ദേഷ്യപ്പെടുന്നു? ബീർബലിനോട് ദേഷ്യപ്പെടുന്നു. ആ ഒരു സന്ദർഭം അന്നത്തെ ദിവസം എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ബീർബൽ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. താങ്കൾക്കറിയാമോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിളവ് ഏതാണെന്ന്? അതിന് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഇല്ല. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും ആർക്കും ഉത്തരമില്ല. നമ്മുടെ അക്ബർ ചക്രവർത്തിക്ക് ഉത്തരമില്ല. അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായി. എന്താണ് ബീർബൽ പറയുന്നത്? യഹാ മൗജൂദ് ഹർ ശഖ്സ് കുച്ച് ന കുച്ച് സിക്കാ സക്താ ഹെ. ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ഈ എല്ലാ വ്യക്തികൾക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ പഠിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികളാണ് ഇന്ന് ഈ ദർബാറിൽ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് തൻ്റെ ഒരു പഴയ ഒരു ഗുരുവിനെ, ആദ്യത്തെയും ശ്രേഷ്ഠ ഗുരുക്കന്മാരിലും ഒരാളായിട്ടുള്ള ഗുരുവിനെ, ഒരു ബൂട്ടി മഹിളയെ അദ്ദേഹം എങ്ങോട്ട് വിളിക്കുന്നു? അക്ബറിൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ അവരൊരു ഉപദേശമൊക്കെ നൽകുന്നുണ്ട് അല്ലേ? അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അക്ബർ ഒരു ഡയറി എഴുതുകയാണ് അന്നത്തെ ദിവസം. എന്ത് മാറ്റമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായത് നോക്കൂ. ഷഹൻഷാ അക്ബർ കെ ഉസ് ദിൻ കി ഡയറി. ഈ സംഭവ ബഹുലമായ ദിനം കടന്നുപോയി. അന്നത്തെ ദിവസം ഷഹൻഷാ അക്ബർ ഒരു ഡയറി എഴുതണം. ആ ഒരു ഡയറിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ബൂട്ടി മഹിള സെ മിൽന, बूटी महिला श्रेष्ठ गुरु के रूप में, महिला की बातें, महिला की सादगी से प्रभावित होना. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് എഴുതാം. നോക്കൂ, അപ്പോൾ താരീഖ് ദിന് കൊടുത്തു, ഡയറിയാണ്. ആജ് കാ ദിൻ മേ കേസെ ഭൂലൂ. ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും? മേനെ ആജ് ഏക് മഹാൻ കാര്യ സീക്ക. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇന്ന് ഞാനൊരു വലിയ മഹാകാര്യം പഠിച്ചു. മേരി പഠായി കെ ലിയെ ബീർബലിനെ വിഭിന്ന ലോഗോं को ദർബാർ മേ ലാക്കർ യേ സംജായ. എൻ്റെ പഠനത്തിന് വേണ്ടി ബീർബൽ എന്ന് വെച്ചാൽ പല വിധത്തിലുള്ള ആളുകളെ ദർബാർ മേ ലാക്കർ, ദർബാറിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നു. സംജായ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തന്നു. എന്താണ് മനസ്സിലാക്കി തന്നത്? സബീ വിഷയോं पर ज्ञान पाना असंभव है. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് നേടുക എന്നത് ഒരു പക്ഷേ എന്തായിരിക്കാം? അസംഭവ്യമായിരിക്കാം. എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ജ്ഞാനാർജൻ ജന്മ സേ ലേക്കർ മൃത്യു തക് ചലനെ വാലി പ്രക്രിയ ഹെ. അപ്പോൾ ഇവിടെ എന്തുകൂടി പറയുന്നുണ്ട്? അറിവ് നേടുക എന്നത് ഒരു പ്രായത്തിൽ കഴിയുന്നതല്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് കഴിയുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ പല വിധത്തിലുള്ള അറിവുകൾ നേടുന്നുണ്ട്. ബീർബലിനെ അപ്പിനെ ഗുരു കെ രൂപ് മേ ഏക് ബൂട്ടി മഹിളാക്കോ പരിചയ കരായ. അല്ലെ, ബീർബൽ തൻ്റെ ബൂട്ടി മഹിളയായ ഒരു ഗുരുവിനെ അവൻ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഉन्होंने बताया सभी विषयों पर ज्ञान प्राप्त करने से बेहतर है एक अच्छा इंसान बनना. അല്ലേ? അപ്പോൾ എല്ലാ വിഷയങ്ങളിലും നമ്മളിങ്ങനെ ഡിഗ്രികൾ എടുക്കുകയും PG എടുത്തു കൂട്ടുകയും ചെയ്യുന്നതിന് മുൻപേ നമ്മൾ നേടേണ്ട അറിവ് എന്ന് പറയുന്നത് എന്താണ്? ഏക്ക് അച്ഛാ ഇൻസാൻ ബന്ന, എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം എന്നുള്ളതാണ്. സച്ച് മേ വേ ഏക് ശ്രേഷ്ഠ ഗുരു ഹി ഹേ.
അപ്പോൾ ഇവിടെ എന്താണ് അക്ബർ എഴുതാണ്, സത്യത്തിൽ അവരൊരു ശ്രേഷ്ഠ ഗുരു തന്നെയാണ്. ബീർബൽ ഇത്തിന ചതുർ ബന്നേക്ക കാരൺ യഹ് ഹെ, എന്താണ് ബീർബൽ ഇത്രയും സ്മാർട്ട് ആകാനുള്ള കാരണം അത് തന്നെ ആയിരിക്കും. മുജേ ബി ഏസാ ഗുരു മിലീത്തോ, എനിക്കും ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആരെഴുതുന്നു? നമ്മുടെ അക്ബർ ചക്രവർത്തി തൻ്റെ ഡയറിയിൽ എഴുതുകയാണ്. ഇനി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടേമിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ്. ഏതാണ്? സുമിത്രാനന്ദൻ പന്തിൻ്റെ സുഖദുഃഖ് എന്ന കവിത. ഈ കവിത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സുഖദുഃഖ് എന്ന കവിതയുടെ ആശയം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. നോക്കൂ, സുമിത്രാനന്ദൻ पंत के गुंजन काव्य संग्रह की एक कविता है सुख दुख. इसमें कवि ने सुख दुख के संबंध में अपना विचार प्रकट किया है. അപ്പോൾ ഈ കവിതയിൽ എന്താണ് കവി പറഞ്ഞിട്ടിരിക്കുന്നത്? സുഖദുഃഖങ്ങളെ കുറിച്ച് ഉള്ള കവിയുടെ ചിന്തകളെ, കവി എങ്ങനെയാണ് ജീവിതത്തിലെ സുഖത്തെയും ദുഃഖത്തെയും മനസ്സിലാക്കുന്നത് എന്നാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. കവി ചിർ സുഖ് നഹി ചാത്തെ ഹെ. ചിർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ, കവി എന്താഗ്രഹിക്കുന്നില്ല? സ്ഥിരമായ സുഖം ആഗ്രഹിക്കുന്നില്ല. സദാ ദുഃഖി രഹനാ ബി നഹി കർത്തെ. ഇനിയോ സ്ഥിരമായി ദുഃഖിച്ചിരിക്കുവാനും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. വേ ജീവൻ മേ സുഖ ദുഃഖ് കെ ആങ്ക് മിച്ചൗനി ചാത്തെ ഹെ. അദ്ദേഹം ജീവിതത്തിൽ ഒരു സുഖ ദുഃഖം രണ്ടിൻ്റെയും ഒരു കണ്ണു പൊത്തി കളിയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സുഖ ദുഃഖ് കെ മധുര മിലൻ സേ ഹി ജീവൻ പരിപൂർണ ഹോത്താ ഹെ. സുഖ ദുഃഖത്തിൻ്റെ മധുരമായ കൂടിച്ചേരലിലാണ് ജീവിതം പരിപൂർണമാകുന്നത്. कवि के मत में निरंतर सुख और निरंतर दुख मनुष्य को उदास बनाते हैं. എന്താ പറയുന്നത്? കവിയുടെ അഭിപ്രായത്തിൽ നിരന്തരമായ സുഖവും നിരന്തരമായ ദുഃഖവും മനുഷ്യനെ എന്താക്കുന്നു? മടിയനാക്കുകയേ ഉള്ളൂ. സ്ഥിരമായി ദുഃഖമുള്ള ഒരാൾ വിചാരിക്കും, ഞാൻ എന്തിനിങ്ങനെ അധ്വാനിക്കണം അല്ലേ, എപ്പോഴും എനിക്ക് ദുഃഖമല്ലേ, എൻ്റെ ദുഃഖം മാറുന്നില്ല, ഒരിക്കലും മാറില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ പ്രയാസപ്പെടേണ്ട. ഇനി സ്ഥിരമായി സന്തോഷമുള്ള ഒരാൾ വിചാരിക്കും, എനിക്കിപ്പോൾ എല്ലാം ഞാൻ നേടി, ഇനി എനിക്ക് എന്ത് പ്രയാസം വരാനാണ് എന്ന് കരുതി അയാളും എന്താകും? അലസനായി മാറും. പക്ഷെ അതല്ല, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്ടിനും നമുക്ക് എന്തുണ്ട്? അതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് ഭാവിയിൽ ലഭിക്കുക തന്നെ ചെയ്യും. മാനവ ജീവൻ കാ ചെഹര ഹോനെ വാലെ ഹസി ഓർ അശ്രു കാ മേൽ ഹെ. മനുഷ്യ ജീവിതം അല്ലെ, മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് തന്നെ എന്താണ്? ചിരിയും കണ്ണുനീരുമാണ്. നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ചിരിക്കും അല്ലേ? അപ്പോൾ ചിരിയെ എന്താണ്? സുഖത്തിനോടും കണ്ണുനീരിനെ ദുഃഖത്തിനോടുമാണ് കവിതയിൽ കവി ഉപമിച്ചിരിക്കുന്നത്. പ്രസ്തുത കവിത മേ ദുഃഖ സുഖ കോ കൈ കാര്യോं से तुलना की है. അപ്പോൾ ഈ കവിതയിൽ സുഖ ദുഃഖത്തെ ഒരുപാട് കാര്യങ്ങളായിട്ട് കവി എന്താക്കിയിരിക്കുന്നു? താരതമ്യം ചെയ്തിരിക്കുന്നു. അങ്ങനെ താരതമ്യം ചെയ്തിരിക്കുന്നതാണ് നിശാ ദിവ. നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, ദിവ എന്ന് പറയുന്നത് പകലാണ് അല്ലെ. രാത്രിയെ ദുഃഖത്തിനോട് ഉപമിച്ചിരിക്കുന്നു, പകലിനെ സുഖത്തിനോടും ഉപമിച്ചിരിക്കുന്നു. ഇനി വിരഹ് മിലൻ. വിരഹം എന്ന് പറഞ്ഞാൽ എന്താ? വേർപാടാണ് അല്ലേ. അപ്പോൾ വേർപാടിനെ ദുഃഖമായിട്ടും, കൂടിച്ചേരൽ മിലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിച്ചേരലാണ് കേട്ടോ. അപ്പോൾ കൂടിച്ചേരലിനെ എന്ത്? സന്തോഷത്തിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. ഹസ് ഓർ അശ്രു ആദി. ചിരിയും സന്തോഷവും തുടങ്ങിയവയൊക്കെ ചിരിയും കണ്ണുനീരും തുടങ്ങിയവയൊക്കെ കവിതയിൽ പല സുഖദുഃഖങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പലപ്പോഴും മക്കളെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം, ഇങ്ങനെ കവിതയിൽ താരതമ്യം ചെയ്തിരിക്കുന്നതിനെ. അതല്ലെങ്കിൽ നമുക്ക് വേർഡ് മീനിങ് ആയിട്ട് പ്രതീക്ഷിക്കാം. ഇവിടെ നിശ എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ്. രാത് എന്ന അർത്ഥം വരുന്ന വാക്ക് കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിശ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. ഇനി ദിവ, ദിവസം അല്ലെ, ഡേ ടൈമിനെ ദിൻ എന്ന അർത്ഥം വരുന്ന വാക്ക് കവിതയിൽ നിന്ന് എടുത്തെഴുതൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റണം? ദിവ എന്ന് എഴുതാൻ പറ്റണം. ഇങ്ങനെ കവിത ഒന്ന് വായിച്ചു നോക്കണം, അതിലെ ഓരോ വേർഡ് മീനിങ്ങും. ഓക്കെ, അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് മിസ്സാകാതെ പഠിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിലൂടെയും ലൈവ് ക്ലാസ്സുകളിലും കാണാം. അതുവരേക്കും ബൈ.